ഹലോ, ഇന്നത്തെ നമ്മുടെ ഈവനിങ് റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മുട്ട ബജി ഉണ്ടാക്കാൻ. പക്ഷേ ഈ ഒരു മുട്ട ബജീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫില്ലിങ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല മുട്ട ബജി തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് ഉള്ളി, സവാള അങ്ങനത്തെ സാധനങ്ങളൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ കപ്പ് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു വെളുത്തുള്ളീൻ്റെ നെടുമുറിച്ചിട്ടതാണ് ഞാനത്. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ അത് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഇതിന് കൊടുക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/4 കപ്പിൻ്റെ ഒരു കപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്, അതുകൊണ്ടാണ് 2 ഇട്ടത്. ഇനി അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക, അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകും. അപ്പോൾ പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുക. അതൊരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോയാൽ നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ശരിക്കും കോട്ടായിട്ട് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമ്മളെ ദോശമാവിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസിയിലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവസാനം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലൂസിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് കോട്ടായിട്ട് കിട്ടൂ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ചമ്മന്തി ഉണ്ടല്ലോ, അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട 4 ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടു മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞ നമുക്ക് ഈ ചമ്മന്തിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 4 എടുത്തത്. നിങ്ങൾക്ക് എത്ര സ്നാക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ട എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിഡിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് മിഡിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക. മുട്ടേൻ്റെ വെള്ള പൊട്ടിപ്പോവാണ്ടും ശ്രദ്ധിക്കുക. ഞാൻ ഈ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മഞ്ഞ ചമ്മന്തിയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മുടെ മുട്ടേൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഞാനിതെല്ലാം മുട്ടയിലേക്ക് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുട്ട ഞാൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടാവും, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായോ എന്നുള്ളത് ഒന്ന് നോക്കുക. നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ മുട്ട ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടൂ. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ഒരുമിച്ചിട്ടാൽ നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടങ്ങാറായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മാത്രമാണ് ഫസ്റ്റ് ബാച്ചായിട്ട് പൊരിച്ചെടുക്കുന്നത്. ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 ഭാഗവും ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഒരു 3 മിനിറ്റ് ഒരു ഭാഗം വെക്കുക, ഒരു 3 മിനിറ്റ് ഒരു ഭാഗം വെച്ചാൽ നല്ല കറക്റ്റിൽ നമുക്കിത് കിട്ടും. പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി റെഡി ആയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇത് നമ്മുടെ 2 ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചത് മുഴുവനും നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരം ഒരു കട്ടൻ ചായൻ്റെ കൂടിയെല്ലാം ഇതൊന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.